ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഞങ്ങൾ കോട്ടയം വരെ പോയേ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയൊക്കെ ആയി ചെന്നപ്പോൾ അവിടെ ചെന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലുലുമാളിലേക്ക് പോയി. പിന്നെ വിൻഷേട്ടൻ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആകട്ടോ ലുലുമാളിലേക്ക് വരുന്നത്, ഒരു കോട്ടയം ലുലുമാളിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മേലോട്ട് പോകണമെന്ന് പറഞ്ഞു. അനിയത്തിയുണ്ട്, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മേലോട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, എനിക്ക് പേടിയോ, എസ്കലേറ്റർ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവർ വിനിഷേട്ടൻ കുഞ്ഞിനെ കൊണ്ടും കയറിപ്പോയി, അവളും അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് നിൽക്കുമ്പോൾ എനിക്ക് കയറാൻ ഭയങ്കര പേടിയായിട്ട്. അപ്പോൾ പുറകെ നിൽക്കുന്ന ചേച്ചി എന്നെ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രണ്ടും കളിപ്പിച്ച് കയറി, ഒരു വിധത്തിൽ അമ്മ നാരായണയൊക്കെ വിളിച്ച് കയറി മേടിച്ച് ശ്വാസമൊക്കെ എടുത്ത് വിട്ട്. പിന്നെ അപ്പം തന്നെ ദാ കിടക്കുന്നു കുഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി. അപ്പം അവന് പാല് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫീഡിങ് റൂമൊക്കെ തപ്പി നടന്ന് ഒരു വിധത്തിൽ കണ്ടുപിടിച്ച് അവന് കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ തിരിച്ചു വന്നു. പിന്നെ താഴെ വന്നിട്ട് പിന്നെ അവിടെ വന്ന് അല്ലറ ചില്ലറ കടച്ചാടിയൊക്കെ എടുത്തു. പിന്നെ സ്പ്രേ ബോട്ടിലൊക്കെ എടുത്തു. പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള കുറച്ച് സാധനമൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിൻസെൻ്റ് തന്നെ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മാസം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള 6 വർഷമായി, അതിന് വേണ്ടിയുള്ള നമ്പർ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെടുത്ത് എന്തായാലും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അടുത്ത് വന്നു. ഫ്രൂട്ട്സിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് അവിടെ കുഞ്ഞിന് സ്ട്രോബെറി ഇരിക്കുന്നു. അപ്പം മൂത്ത കുഞ്ഞിന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ സ്ട്രോബെറി വേണമല്ലോ. സ്ട്രോബെറി വേണമല്ലോ എന്നല്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരെണ്ണം എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ഒരെണ്ണം എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നപ്പം വെജിറ്റബിളിൻ്റെ അവിടെ വന്നപ്പോൾ തന്നെ അതെ ഉള്ളി അവിടെ പൊളിച്ച് വെച്ചേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചേ, വീട്ടിൽ ഓൾറെഡി ഞാൻ ഉള്ളിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് കാശ് കൊടുത്ത് ഉള്ളി മേടിച്ച് പൊളിച്ചത് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ക്യാബേജ് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പർപ്പിൾ കളർ ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഏത്തയ്ക്കൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എടുത്തില്ല കേട്ടോ. അതായിരിക്കുന്നു ഞാൻ അന്നേരം നോക്കിയപ്പോൾ നമ്മുടെ ഡേയ്സ്. അപ്പോൾ കുറച്ച് വില കൂടുതലായിരുന്നു ആ ബോക്സിന്. അതുകൊണ്ട് ഞാൻ അതിനായിട്ടാണ് നോക്കിയത്. പക്ഷേ അത് വിലയായതുകൊണ്ട് ഞാൻ എടുത്തില്ല, വേണ്ടെന്നങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുപ്പിക്കകത്ത് ഇങ്ങനെ ഫൈറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെഡ് കളറിലെ ഫൈറ്റർ എടുത്തു. എന്നിട്ട് പോയി ഞങ്ങൾ. ടാറ്റ ബൈ ബൈ.